ഗായ്സ്, അങ്ങനെ ഇതാ നമ്മൾ കൊട്ടിയൂർ പോകാമെന്നുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങനെ കൊട്ടിയൂരെത്തി ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. നമ്മളിപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓടപ്പമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, ഓടപ്പം ഉണ്ടാക്കണമുണ്ട് കേട്ടോ ഒരു ചേച്ചി അവിടെ ഇരുന്നിട്ട്. പിന്നെ പൊരി, മുറുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ മഴയായതുകൊണ്ട് നല്ല ചളി ഉണ്ടായിരുന്നു, ചെറുതായിട്ട് പാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി നടന്നു. ഇനി അക്കരെ പോയിട്ടാണ് അവിടെ നിക്കരയിലൊക്കെയാണ് പോവുക ഫസ്റ്റ്. അപ്പോൾ അവിടെ കൂടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇഷ്ടം പോലെ ജനങ്ങളുണ്ടായിരുന്നു. ഈ മഴയും ചളിയും നമുക്കൊരു പ്രശ്നമല്ല എന്നുള്ള തരത്തിലാണ് എല്ലാവരും കേട്ടോ. നമ്മളിപ്പോൾ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ശരിക്കും പറഞ്ഞാൽ ഈ രാത്രിയിലുള്ള യാത്ര ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി വന്നത്. പിന്നെ ഒരുപാട് കടകളുണ്ട് അവിടെ. നമ്മുടെ തിരുമുറ്റത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കടകളുണ്ട്. അതും 20 രൂപ 30 രൂപയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. ആസ് എ ലേഡി എന്ന നിലയിൽ ഞാനും കുറേ ഷോപ്പുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മുല്ലപ്പൂവിൻ്റെയൊക്കെ ചെടി ഉണ്ടായിരുന്നു, കുങ്കുമം, മാല, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കണ്ട ആരായാലും നോക്കിപ്പോ, അത്രയേ ഉള്ളൂ. ഞാനും നോക്കി. അങ്ങനെ നമ്മൾ ആ പാലമൊക്കെ കണ്ടു. ചെറിയ പാലം ഉണ്ടായിരുന്നു. പാലം കടന്ന് വലിയ പാലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലൈറ്റും ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു രാത്രി ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കൗണ്ടർ വേറെയുണ്ട്. അപ്പോൾ പുഴയുടെ സൈഡിൽ തന്നെയാണ് വെച്ചത്. ഇത്തവണ വെക്കാതെന്ന് വെച്ചാൽ പാലം സെറ്റ് ചെയ്തത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ കയറൊക്കെ കെട്ടിയിട്ടാണ്. അപ്പം പുഴയുടെ ഒഴുക്ക് ഭയങ്കര ശക്തിയോടുകൂടി പുഴ വെക്കാനായിരുന്നു. ശരിക്കും പാലം തന്നെ പോയിട്ട് ആ പാലം ഉണ്ടായത് വളരെ നന്നായിട്ടാണ് യൂസ് ചെയ്ത് തിരുമുറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രസമാഗമതീർത്ഥം പ്രണവം നാദമയുണരും തുടിയോ വേദകലാമൃത പുണ്യം പ്രകൃതിയും നിന്നി വികൃതിയും രാത്രിയിൽ ഇത്രയും ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ പോയ സമയത്തായിരുന്നു ശിവേലിയുടെ ടൈമാണ് തോന്നുന്നത്. അപ്പോഴേക്കും നമ്മളൊക്കെ തന്നെ അത് രണ്ടാമത്തെ കാലം വെക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞായിരുന്നു. എല്ലാം ശിവേലിയുടെ അപ്പോഴേക്കും ആനകൾ 2 പേരും പാർവതി രമണ നിനഗേ Sorry.
പേര് വഴക്കും പറഞ്ഞിട്ട് ചെണ്ട കെട്ടിയിട്ട് കാരണം ഞാൻ 3 തവണയാണ് കൃത്യമായിട്ട് എണ്ണീട്ടുള്ളൂ. അതിന് ശേഷം എണ്ണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ 3ാമത്തെ തവണ അവിടെ തന്നെ തിരുമുറ്റത്ത് നിന്നിട്ട് തന്നെ ഒരുപാട് സമയം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങാനും എൻ്റെ കൗണ്ടിങ് തെറ്റിയതാണ് അതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് 5ആണോ 7ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇത് കഴിഞ്ഞ പാട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമുക്ക് ഇക്കരയിലേക്കും പോകേണ്ടതായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അപ്പാട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പാലമൊക്കെ കടന്നു. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ CID മൂസയിലെ ബിന്ദുപ്പണിക്കാരുടെ ഒരു കട്ടായി മാറിയിരിക്കുന്നു ഞങ്ങളെല്ലാവരും. ഏതെടുക്കണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. കാരണം അത്ര നല്ല കളക്ഷൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അവിടെ ഒക്കെ. ജിമിക്ക കമ്മലുണ്ടായിരുന്നു, മാല ഉണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള ടോയ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. റേറ്റ് കുറവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. 20-30 രൂപയ്ക്കൊക്കെ നമ്മളെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല പൊട്ടുമല്ലോ സ്വാഭാവികമായിട്ടും. അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഇക്കരെ കൊട്ടിയൂരേക്ക് പോയത്. അപ്പോൾ ഞങ്ങളിതാ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. നട അടച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയണ കേട്ടായിരുന്നു. നോക്കുമ്പോൾ കറക്റ്റാണ്, നട അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുപാട് ലേറ്റായി പോയായിരുന്നു. എന്നെ ശരിക്കും പറഞ്ഞാൽ അതിശയപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ കാല് കഴുകാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസിൻ്റെ മുകളിലാണ് വെള്ളത്തുള്ളികൾ വീണിട്ട് അവിടെ നിന്നാണ് നമ്മൾ കാല് കഴുകിയിട്ട് പോണത്. ശരിക്കും അവിടെ ഒരു പൈപ്പോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ ഒരു വെള്ളം കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് നേരെ അവിടുന്ന് സ്റ്റെപ്പ് കയറി അവിടത്തേക്ക് പോയി ജസ്റ്റ് പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലം വെക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരും പോകുന്നത് കൊണ്ട് കൂടെ പോയതാണ്. അങ്ങനെ അവിടുന്ന് വലം വെച്ച് തിരിച്ച് നമ്മുടെ പുറത്ത് റൂട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓടപ്പൂ മേടിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഓടപ്പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. അവിടെ നിന്ന് അമ്മ അപ്പുറത്തെ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഞാനിങ്ങനെ അവിടെ ഷോപ്പൊക്കെ ജസ്റ്റ് കയറി ഇറങ്ങി നോക്കുമായിരുന്നു. അപ്പോൾ കമ്മലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെറുപ്പിച്ച് വെക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഒരുപാട് ഈ നമ്മുടെ പഴയ മിഠായിൻ്റെയൊക്കെ കടയുണ്ടായിരുന്നു. ഫുൾ A to Z നമ്മുടെ പഴയ മിഠായികൾ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പോളിച്ചി ഉണ്ടായിരുന്നു, മറ്റേ പോളോൻ്റെ പണ്ടുണ്ടായിരുന്ന മിഠായികളുണ്ട്, സിഗരറ്റ് മിഠായി, അങ്ങനെയൊക്കെ ഒരുപാട് മിഠായിസ് ഉണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെയൊക്കെ നമ്മുടെ പഴയ ആ ഫ്ലേവർ തന്നെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ ഒരു 2-3 പാക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഈ ആനയുടെയൊക്കെ സ്റ്റിക്ക് വരുന്ന ഒരു മിഠായി ഒരു ബോൾ പോലത്തെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പല സെക്ഷനിലാക്കിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കിച്ചൺ സെറ്റായിട്ട് വെക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ
ബുക്സ്, കുട്ടികൾക്ക് വേണ്ട പേന, അങ്ങനെ പെൻസിൽ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ലേഡീസിന് ജെഗിൻസ്, ലെഗിൻസ്, അങ്ങനെയുള്ള ഐറ്റംസ്, ഫാൻസി വേറെ ഉണ്ടായിരുന്നു, ചെരുപ്പ് വേറെ ഉണ്ടായിരുന്നു, ടോയ്സ് വേറെ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു മോളിൽ കയറിയതിൻ്റെ ഒരു ഫീൽ തന്നെ ശരിക്കും പറഞ്ഞാൽ. അപ്പുറത്ത് നോക്കണം ഇപ്പുറത്ത് നോക്കണം ഏത് ഭാഗത്താണ് നോക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഫോൺ കേസസ് ഉണ്ടായിരുന്നു, പിന്നെ പെർഫ്യൂം ഉണ്ട്, നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മണമുള്ളതായിരുന്നു. ഷർട്ട്സൊക്കെ കണ്ടിട്ട് ശരിക്കും അതിശയപ്പെട്ടു. നല്ല അടിപൊളി സ്റ്റൈൽ ആൻഡ് ഷർട്ട്സൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് റൗണ്ട് അടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് റൗണ്ടെല്ലാം അടിച്ച് ഫുൾ ഇതായി സെറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വീണ്ടും നമുക്ക് ഈ അടുത്ത വർഷം ഇവിടെ വന്ന് ദർശനം നടത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഏകദേശം ഒരു 1 മണി 1:30 ആയിരുന്നു ഞങ്ങൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.